അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 9ാമത്തെ യൂണിറ്റായ സ്പേസ് എ വേൾഡ് ഓഫ് വണ്ടർ, ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിന്റെ ബാക്കി ഭാഗവും പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കാം. 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിന്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ബഹിരാകാശത്തെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ? ബഹിരാകാശം അത്ഭുതങ്ങളുടെ ലോകം. സുനിത വില്യംസിന് നിങ്ങളോട് പറയാനുള്ള ബഹിരാകാശ വിശേഷങ്ങൾ ശ്രദ്ധിക്കൂ. ബഹിരാകാശ നിലയത്തിന്റെ ജാലകം വഴിയുള്ള ഭൂമിയുടെ കാഴ്ച അതിമനോഹരമാണ്. ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ നിലയത്തിൽ വസ്തുക്കൾക്ക് ഭാരം അനുഭവപ്പെടുന്നില്ല. ഇവിടെ ഭാരത്തിന്റെ കാര്യത്തിൽ ഒരു ഉറുമ്പും ഞാനും ഒരേപോലെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഭാരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കിവിടെ നടക്കാൻ കഴിയുന്നില്ല. ഇവിടത്തെ നടത്തം ഒരു തരം ഒഴുകി നടക്കലാണെന്ന് പറയാം. ഞങ്ങൾക്ക് ശ്വസിക്കാൻ വേണ്ട വായു പോലും ഭൂമിയിൽ നിന്ന് കൊണ്ടുവരണം. ഇവിടെ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വിചിത്രമായ രീതിയിലാണ്. ഇവിടെ വെള്ളമൊഴിച്ച് കുളിക്കാനാകുന്നില്ല. സ്പോഞ്ച് ഉപയോഗിച്ച് നനച്ച് തുടയ്ക്കുകയാണ് പതിവ്. മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങാൻ പോലും ഇവിടെ കഴിയില്ല. ഒഴുകി നടക്കാതിരിക്കാൻ ഉറപ്പിച്ച കട്ടിലിനോട് ശരീരം ബെൽറ്റിട്ട് കെട്ടണം. വായു ഇല്ലാത്തതിനാൽ ഇവിടെ ആകാശം കറുത്ത് ഇരുണ്ടതായി കാണുന്നു. ഇവിടെ നിന്ന് പകൽ പോലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. സ്പേസ് എ വേൾഡ് ഓഫ് വണ്ടേഴ്സ്. ലിസൺ ടു വാട്ട് സുനിത വില്യംസ് ഹാസ് ടു ടെൽ യു about her experience in the space. How beautiful is the sight of the earth through the window of the space station. We can see day and night on the earth simultaneously from here. The objects in the space station revolving the earth do not experience weight. Would you believe if I say that an ant and myself weigh the same here? We cannot walk here due to weightlessness. Walking here is a kind of floating. Even the air we need to breathe has to be brought from the earth. Here we drink water and eat food in a strange way. We cannot bathe here by pouring water. We scrub ourselves using a wet sponge. We cannot even sleep soundly here on bed. In order to prevent floating around, the body has to be fastened with a belt to the coat that is firmly fixed. As there is no air here, the sky appears dark. From here, stars can be seen even in daytime. ബഹിരാകാശ നിലയത്തിലെ ഒരു സഞ്ചാരിയുടെ ജീവിതാവസ്ഥയും നിങ്ങളുടെ വീട്ടിലെ ജീവിതാവസ്ഥയും എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? How does the living conditions of an astronaut in a space station differ from your living conditions at home? ബഹിരാകാശ നിലയത്തിലെ അനുഭവങ്ങളും കാരണങ്ങളും നമുക്കൊരു പട്ടികയായി എഴുതി നോക്കാം. അനുഭവങ്ങൾ: ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം കാണാനാകുന്നു. കാരണങ്ങൾ: വളരെ അകലെയായതിനാൽ ഭൂമിയെ മുഴുവനും കാണാനാകുന്നു. ഉറുമ്പിനെ പോലെ തന്നെ സഞ്ചാരിക്കും ഭാരം അനുഭവപ്പെടുന്നില്ല. ഭൂഗുരുത്വബലം ഇല്ല, വസ്തുക്കൾക്ക് ഭാരം അനുഭവപ്പെടില്ല. ശ്വസിക്കാനുള്ള വായു ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണം. ശ്വസിക്കാൻ വായുവില്ല. മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങാനാവില്ല. ഗുരുത്വാകർഷണ ബലം ഇല്ല, അതിനാൽ വസ്തുക്കൾ ചുറ്റും ഒഴുകി നടക്കും. പകൽ പോലും നക്ഷത്രങ്ങളെ കാണാം. വായുവില്ല, ആകാശം എപ്പോഴും കറുത്തിരിക്കും. എക്സ്പീരിയൻസസ്: can see day and night on the earth simultaneously. Reasons: as it is far away, the earth can be seen as a wall. An ant or an astronaut does not experience weight.
no gravitational force. Air for breathing has to be carried from the earth. No air to breathe. Cannot sleep well on a mattress. No gravity, objects will float around. Stars can be seen even in daytime. No air, sky appears always dark. ഇനി നമുക്ക് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ വിശേഷങ്ങൾ കേട്ടാലോ. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളം ചന്ദ്രനാണ്. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവർ 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനമാണ് ഇതിനുപയോഗിച്ചത്. ഹ്യൂമൻ ബീയിങ്സ് ഓൺ ദ മൂൺ. The moon is the only other celestial body on which human beings have laid their foot on. The Americans Neil Armstrong and Edwin Buzz Aldrin were the first to land on the moon on 21st July 1969. The spacecraft Apollo 11 of the American Space Agency NASA was used for this. മൈക്കൽ കോളിൻസ് എന്ന സഞ്ചാരിയും വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്രയിൽ കൂടെയുണ്ടായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമായ ജൂലൈ 21 ചാന്ദ്ര ദിനമായി ആചരിക്കുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ ഈ ചിത്രം കൂട്ടുകാർക്കെല്ലാം സുപരിചിതമായിരിക്കും അല്ലേ? ദി ആസ്ട്രോനട്ട് മൈക്കൽ കോളിൻസ് ഓൾസോ അക്കംപനീഡ് ദം controlling the flight of the vehicle. July 21st, the anniversary of the day human first laid their foot on the moon, is celebrated as the Moon Day. ഓരോ ചാന്ദ്രദൗത്യവും വിക്ഷേപണ തീയതിയും അതിൻ്റെ ലക്ഷ്യങ്ങളും അതിലെ സഞ്ചാരികൾ ആരൊക്കെ ആയിരുന്നു എന്നും അവർ ചന്ദ്രനിൽ ഇറങ്ങിയ തീയതി ഏതാണെന്നും അവർ എത്ര സമയം ചന്ദ്രനിൽ ചെലവഴിച്ചു എന്നും അവർ ഭൂമിയിൽ എന്നാണ് തിരിച്ചെത്തിയത് എന്നും ഈ പട്ടികയിൽ കാണിച്ചിരിക്കുന്നു. നീൽ ആംസ്ട്രോങ്ങിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ചാന്ദ്രദൗത്യത്തിനു ശേഷം മനുഷ്യൻ 6 തവണ ചന്ദ്രനിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ അതിൽ 5 തവണ മാത്രമേ ദൗത്യം പൂർത്തീകരിക്കാനായുള്ളൂ. ബഹിരാകാശത്ത് ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഈ ചിത്രത്തിൽ കാണുന്നയാളെ കൂട്ടുകാർക്ക് പരിചയമുണ്ടോ? ഇന്ത്യയും ബഹിരാകാശ ഗവേഷണ രംഗത്ത് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISRO ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നമ്മുടെ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ട വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് കൂട്ടുകാർ ഇവിടെ കാണുന്നത്. ഇന്ത്യ ഇൻ സ്പേസ്. India is also advancing very fast in the field of space research. Our space research agency, ISRO, has been providing leadership in this regard. Vikram Sarabhai, who initiated our space programs, is known as the father of Indian space programs. ആദ്യകാലത്ത് നമ്മുടെ ഉപഗ്രഹങ്ങൾ വിദേശ സഹായത്തോടെയാണ് വിക്ഷേപിച്ചിരുന്നത്. എന്നാൽ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് വിസ്മയാവഹമായ ഒരു മുന്നേറ്റമാണ് ഇന്ന് PSLV, GSLV റോക്കറ്റുകളുടെ സഹായത്തോടെ നാം നേടിയിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചിട്ടുണ്ട്. അവയുടെ ധാരാളം സേവനങ്ങൾ നമുക്ക് ഇന്ന് ലഭിക്കുന്നുമുണ്ട്. ഇനീഷ്യലി our satellites were launched with foreign help. However, today we have achieved wonderful progress in the field of satellite launching with the help of PSLV and GSLV rockets. We have launched many satellites for different purposes. Today, we get many services from them. ഇന്നലെയും ഇന്നുമായി കൃത്രിമോപഗ്രഹങ്ങളുടെ ഏതെങ്കിലും സേവനം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? വിശദീകരിക്കുക.
Did you utilize any service of artificial satellites yesterday and today? Explain. വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റുകൾ. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ് IRS ഉപഗ്രഹങ്ങൾ. വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി നാം പ്രയോജനപ്പെടുത്തിയിരുന്ന ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. ഇൻസാറ്റ്, IRS പരമ്പരകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചിട്ടുണ്ട്. The satellites we depend on for communication are the INSAT series. IRS satellites are used for needs like study of earth resources, study of weather, etc. EduSat is the satellite we use for educational purposes. We have launched many satellites for various purposes in IRS and INSAT series. നാം ഇന്ന് അനുഭവിക്കുന്ന ഒട്ടേറെ ജീവിത സൗകര്യങ്ങൾ നമുക്ക് നൽകുന്നത് കൃത്രിമോപഗ്രഹങ്ങളാണ് എന്ന പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് provide us with many facilities of life we enjoy today. Do you agree with this statement? Discuss. ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് എന്നിവ പ്രവർത്തിക്കുന്നത് കൃത്രിമോപഗ്രഹങ്ങളുടെ സഹായം വഴിയാണ്. ഭൂവിഭവങ്ങൾ അഥവാ ലാൻഡ് റിസോഴ്സസ്, കാലാവസ്ഥാ പഠനം അഥവാ ക്ലൈമറ്റോളജി, മത്സ്യബന്ധനം അഥവാ ഫിഷിംഗ് എന്നീ മേഖലകളിലും കൃത്രിമോപഗ്രഹങ്ങളുടെ സഹായം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂട്ടുകാർ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് കാണാറില്ലേ? വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന കൃത്രിമോപഗ്രഹമായ എഡ്യൂസാറ്റിന്റെ സഹായത്തോടെയാണ് ഇത് സാധിക്കുന്നത്. ഇനിയൊരു പ്രവർത്തനം ചെയ്യാം. ഇന്ത്യ ഇന്ന് ബഹിരാകാശ രംഗത്ത് ഒരു വൻ ശക്തിയാണ്. വിലയിരുത്തുക. India is a great power in the field of space today. Evaluate. ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേക്ഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിക്ഷേപിക്കപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യം തന്നെ തിളക്കമാർന്ന വിജയം കണ്ടു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ 2, ചൊവ്വ ദൗത്യമായ മംഗൾയാൻ, സൗരദൗത്യമായ ആദിത്യ എന്നിവയും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ പെടുന്നു. ചന്ദ്രയാൻ, ദ പ്രൈഡ് ഓഫ് ഇന്ത്യ. ചന്ദ്രയാൻ ഈസ് ഇന്ത്യസ് മൂൺ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം. Chandrayaan 1, India's first mission to moon, was launched on 2nd October 2008. We can be proud that the very first Chandrayaan mission of India achieved remarkable success. The presence of water on the moon was detected by Chandrayaan. Chandrayaan 2, Mangalyaan, the mission to Mars, Aditya, the solar mission, etc. belong to the space programs of India. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1ന്റെ ചിത്രമാണ് കൂട്ടുകാർ ഇവിടെ കാണുന്നത്. ഈ ചിത്രങ്ങളിൽ കാണുന്നത് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം അഥവാ മാർസ് മിഷൻ ആയ മംഗൾയാന്റെ ചിത്രവും സൗരദൗത്യം അഥവാ സോളാർ മിഷൻ ആയ ആദിത്യയുടെ ചിത്രവുമാണ്. ഇന്ത്യൻ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾസ് ആയ SLV, ASLV, PSLV, GSLV എന്നിവയുടെയൊക്കെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് കൃത്രിമോപഗ്രഹങ്ങൾ, വിക്ഷേപണ വാഹനങ്ങൾ തുടങ്ങിയവയുടെയും ബഹിരാകാശ സഞ്ചാരികളുടെയും ചിത്രങ്ങൾ, വാർത്തകൾ, കുറിപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തി ഒരു ബഹിരാകാശ പതിപ്പ് തയ്യാറാക്കാം. Prepare a space magazine including pictures, news, notes, etc. of artificial satellites, spacecrafts and astronauts. ഇനി നമുക്ക് ബഹിരാകാശ യാത്രികരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഒരു ബഹിരാകാശ പതിപ്പ് തയ്യാറാക്കാം. യൂറി ഗഗാറിൻ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ്.
വാലന്റീന തെരഷ്കോവ. വാലന്റീന തെരഷ്കോവ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ്. നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ. രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയാണ് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി. കൽപ്പന ചൗള. കൽപ്പന ചൗളയാണ് ആദ്യത്തെ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരി. ഡെന്നിസ് ടിറ്റോ. ഡെന്നിസ് ടിറ്റോയാണ് ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി. അനോഷ്യ അൻസാരി. അനോഷ്യ അൻസാരിയാണ് ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി. സുനിത വില്യംസ്. ഏറ്റവും അധികം ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വംശജ. പെഗ്ഗി വിറ്റ്സൺ. പെഗ്ഗി വിറ്റ്സൺ ആണ് ഏറ്റവും അധികം ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത. ഗെന്നഡി പഡാൽക്ക. ഗെന്നഡി പഡാൽക്കയാണ് ഏറ്റവും അധികം ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ മനുഷ്യൻ. ലെയ്ക്ക എന്ന നായ. ലെയ്ക്ക എന്ന നായയാണ് ബഹിരാകാശത്ത് എത്തിയ ആദ്യ ജീവി. അപ്പോൾ സ്പേസ് എ വേൾഡ് ഓഫ് വണ്ടർ, ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന പാഠവും അതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.